ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ മരക്കടവ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മരക്കടവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാർഷിക ഗ്രാമമാണ്. ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. പ്രത്യേകിച്ച് നെല്ല്, കവുങ്ങ്, അടയ്ക്കാമരങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ വാഴ, കാപ്പി തുടങ്ങിയ കാർഷിക വിളകൾ ഒരുപാട് കൃഷി ചെയ്തു വരുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തെക്കുറിച്ചും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിനി കാണാനും പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കബനി നദിയുടെ തീരത്താണ്. എൻ്റെ തൊട്ടുപുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കബനി നദി. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നദിയിൽ അധികം വെള്ളമൊന്നുമില്ല. കുറേ ആൾക്കാരൊക്കെ അവിടെ തുണി അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കബനി നദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നദിയാണ് ഈ പറയുന്ന കബനി നദി. ഇത് 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് പങ്കിടുന്നത്. ഒന്ന് കർണാടക, പിന്നെ കേരളം. അതോടൊപ്പം തന്നെ ഈ നദി കാവേരി നദിയുടെ ഒരു പോഷക നദിയും കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രസിദ്ധമായ ഒരു നദി തന്നെയാണ് ഈ ഒരു കബനി നദി. എന്തായാലും ആ ഒരു കബനി നദിയുടെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മരക്കടവിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അപ്പോൾ ബിബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ തീരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ വളരെ ശാന്തമായി സ്വച്ഛന്തമായി ഒഴുകുന്ന കബനി നദി കാണാൻ സാധിക്കും. ഇപ്പോൾ വേനൽക്കാലമാണ്, വെള്ളം കുറവാണ്. എന്നിരുന്നാലും നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ വെള്ളം കുറവായതുകൊണ്ട് നദിയിലെ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ ഉയർന്നു കാണാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗം ഇപ്പോൾ കേരളമാണ്. അക്കരെ, ഈ നദിയുടെ അക്കരെ കർണാടക സംസ്ഥാനമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കേരളവും കർണാടകവും കാണാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് തോണിക്കടവ് എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് നമുക്ക് കടന്നാൽ കർണാടക സംസ്ഥാനത്ത് എത്തിച്ചേരാനാകും. വളരെ ഒരു ചെറിയ തുകയാണ് അവിടെ ഫെറി ചാർജായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. 10 രൂപയാണ് ഫെറി ചാർജ്. അപ്പോൾ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോയി വരാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ബോട്ട് സർവീസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തദ്ദേശീയരായ ആൾക്കാർ തന്നെയാണ്. കേരളത്തിലും കർണാടകത്തിലുമൊക്കെ ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവരെ കാണാനും ഇവിടെയുള്ള കാർഷികോൽപ്പന്നങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുവരാനുമൊക്കെയാണ് ഈ കടത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെപ്പോലെ ഇവിടെ വല്ലപ്പോഴും എത്തുന്ന ടൂറിസ്റ്റുകളും ഈ ബോട്ട് സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മരക്കടവ് ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ മരക്കടവ് ഗ്രാമത്തിൽ തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ജനതയാണ് കൂടുതലായിട്ടുള്ളത്. ഇവരെ കൂടാതെ കുറേ തലമുറകൾക്ക് മുന്നേ ഇവിടെ കുടിയേറി പാർത്ത ഗൗഡ സമുദായക്കാരും ഇത് കൂടാതെ കേരളത്തിലെ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് കുടിയേറിയ കർഷകരുമാണ് ഈ മരക്കടവിലെ ജനസംഖ്യയിൽ അധികവും. അതേപോലെ വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടം. കാരണം വെച്ചാൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫെൻസിംഗ് ഒക്കെ കാണാൻ സാധിക്കും. ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മൾ കബനി നദീ തീരത്ത് നിന്ന് കുറേ കൂടെയൊക്കെ മുന്നോട്ട് വന്ന് മരക്കടവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് മരക്കടവാണ് ഈ ഗ്രാമമെങ്കിലും നമ്മൾ ഈ എത്തിച്ചേർന്നിരിക്കുന്നത് മരക്കടവിലുള്ള ഒരു ചെറിയ കവലയിലാണ്. ഈ കവലയാണ് ഈ മരക്കടവിലെ നാട്ടുകാരെയൊക്കെ ഒത്തുകൂടുന്ന ഒരു പ്രധാന കവല. അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ മരക്കടവ് കവലയിൽ നിന്ന് ഇടവിട്ട് ബസ്സുകളുണ്ട്. ഈ ബസ്സുകൾ പ്രധാനമായിട്ട് പോകുന്നത് പുൽപ്പള്ളി, സുൽത്താൻ ബത്തേരി എന്നിടങ്ങളിലേക്കാണ്. പുൽപ്പള്ളി ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ മാത്രമാണുള്ളത്. പക്ഷേ സുൽത്താൻ ബത്തേരി ഒരു 38 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഇവിടെ ഒരു ആദിവാസി ഗോത്ര സമുദായക്കാർ അധിവസിക്കുന്ന ഒരു ഊരുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലതുവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ കർണാടകത്തിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ഗൗഡ സമുദായക്കാരുടെ വാസസ്ഥലവും കൃഷിഭൂമിയുമാണ്. പിന്നെ എൻ്റെ ഇടതുഭാഗത്തുള്ള നെൽവയലുകളും മറ്റ് കൃഷിഭൂമിയുമൊക്കെ ആദിവാസി ഗോത്ര വിഭാഗക്കാരുടേതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചുറ്റോട് കണ്ണോടിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു പച്ചപ്പിൻ്റെ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നല്ല മഴ പെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മഴയുടെ ഫലമായിട്ടാണ് ഈ കൃഷിഭൂമികളും ഈ പാടശേഖരങ്ങളും ഒക്കെ ഇത്ര ഭംഗിയായി നിൽക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു കേരളത്തിലെ കാർഷിക ഗ്രാമമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മരക്കടവ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ മരക്കടവ് ആ ഒരു കവലയിൽ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് നടന്നു വന്ന് ഈ ഒരു ഗ്രാമത്തിലെ ഗൗഡ സമുദായക്കാർ താമസിക്കുന്ന ഒരു വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഓടുമേഞ്ഞ ഒരു വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗ്രാമത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളും. പ്രത്യേകിച്ച് ഗൗഡ സമുദായക്കാരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓടുമേഞ്ഞ വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക.
അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ചുമരുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണും ഉമിയും ചേർന്ന മിശ്രിതം തേച്ച് പിടിപ്പിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ വീടുകളുടെ തറയും മുറ്റവും ഒക്കെ ആണെങ്കിൽ ചാണകം മെഴുകി മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കരി ഉപയോഗിച്ച് ചുമരുകളൊക്കെ മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പെയിൻറ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ പ്രധാനമായിട്ടും കരിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയും കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരുപാട് വീടുകൾ നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വീടുകളോട് ചേർന്ന് പശുത്തൊഴുത്ത് കാണാം. പശുത്തൊഴുത്തിനോട് ചേർന്ന് വൈക്കോൽ തുറവും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. കൃഷി കൂടാതെ ഇവരുടെ മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ് ഈ കാലി വളർത്തൽ എന്ന് പറയുന്നത്. ഇങ്ങനെ കന്നുകാലി വളർത്തലിലൂടെ കിട്ടുന്ന പാല് ഇവിടെ അടുത്തുള്ള ഒരു സൊസൈറ്റി കൊണ്ട് കൊടുക്കും. സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന തുക ഇവർക്ക് മറ്റൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ താമസിക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തോട് ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗൗഡ സമുദായക്കാരുടെ ഒരു വീട്ടിലാണ്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു താമസക്കാരനെ പരിചയപ്പെട്ടു. നമുക്ക് അദ്ദേഹത്തോട് ഈ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത, ഇവിടുത്തെ ജീവിത രീതി, ഈ സമുദായക്കാരുടെ പ്രത്യേകതകൾ, അവരുടെ ഉപജീവനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. പേരെന്താണ്? പേര് ചന്ദ്രൻ. ചന്ദ്രൻ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗഡ സമുദായക്കാരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര വീട്ടുകാരിവിടെ ഉണ്ട്? 70 വീടുകളുണ്ട്. 70 വീടോ? വളരെ നിങ്ങളുടെ അച്ഛനപ്പന്മാർ തൊട്ട് ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇവിടെ തന്നെ താമസം. മൈസൂറായിരുന്നു ആദ്യം. മൈസൂർ ചിത്രദുർഗ എന്ന് പറയും. ചിത്രദുർഗ അവിടെ നിന്നാണ് കുടിയേറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ഒരു എത്ര നാള് മുന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കാൻ സാധ്യത? 140 വർഷം മുമ്പ്. 140 വർഷം മുന്നെയാണ് കേരളത്തിലേക്ക് നിങ്ങൾ കുടിയേറി വന്നത്. ഓക്കെ. പൊതുവേ നിങ്ങളുടെ സമുദായക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗമൊക്കെ എന്തൊക്കെയാണ്? ജീവനമാർഗ്ഗം കൃഷിയാണ്. എല്ലാവരും കൃഷിക്കാരാണ്. ജോലിക്കാർ കുറവാണ്. കൃഷിക്കാരാണ് കൂടുതൽ. അപ്പോൾ എന്താണ് പൊതുവേ ഉള്ള ഒരു കൃഷി ഇവിടുത്തെ? കൃഷി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ: നെൽകൃഷി, ചേന, കാച്ചൽ, കപ്പ, വാഴ, ഇഞ്ചി. അടയ്ക്കയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിവിടെ കൃഷി ചെയ്തിട്ട് ഇത് പുറത്തുള്ള മാർക്കറ്റിൽ നിങ്ങൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഉപജീവനം കണ്ടത്. പിന്നെ ഞാനിവിടെ നോക്കിയപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഈ പശുക്കളുണ്ട്. അപ്പോൾ അതും ഒരു നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം തന്നെയാണ്. അപ്പോൾ ഈ പശുക്കളെ വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പാൽ എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? പാല് നമ്മൾ സൊസൈറ്റി കൊണ്ടുകൊടുക്കും. വണ്ടി ഉണ്ട്, അവർ കൊണ്ടുപോയിക്കോളും. 10 ദിവസം കൂടുമ്പോൾ പൈസ കിട്ടും. അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വയനാട് ഭാഗത്ത് ഈ ഗൗഡ സമുദായക്കാർ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. മരക്കട മുതൽ വളവള്ളി വരെ. അതുപോലെ ഈ ഗൗഡ സമുദായക്കാരുടെ ഭാഷ എന്താണ്? ഭാഷ കന്നഡയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കന്നഡ തന്നെയാണോ സംസാരിക്കുന്നത്? വീട്ടിൽ സംസാരിക്കും. പഠിച്ചത് മൊത്തം മലയാളമാണ്. അപ്പോൾ ഇങ്ങനെ മലയാളം പഠിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു ഭാഷയാണ് കന്നഡയുണ്ട്, മലയാളമുണ്ട്. മലയാളവും കന്നഡയും മിക്സ് ചെയ്യും. അങ്ങനെ കുട്ടികൾക്കൊക്കെ പൊതുവെ മലയാളം തന്നെ അറിയാം. പഠിക്കാൻ മൊത്തം മലയാളം തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങളുടെ ഒരു സമുദായത്തിൽ എന്തെങ്കിലും ഒരു വിവാഹം പോലുള്ള ഇത് നടക്കുകയാണെങ്കിൽ, ഈ ഇപ്പം നിങ്ങളുടെ ഒരു 10-75 കുടുംബം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു വരനെ തേടുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു 75 അകത്ത് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ മുന്നേ നിങ്ങൾ വന്നിരുന്ന മൈസൂർ ഭാഗത്ത് നിന്നൊക്കെ ബന്ധങ്ങളുണ്ടോ നിങ്ങൾക്ക്? ബന്ധങ്ങളുണ്ട്. നമ്മുടെ ആൾക്കാരാണ്. ഈ കബനി നദിക്ക് അപ്പുറമൊക്കെ നിങ്ങളുടെ ആൾക്കാരാണ്. ബാവലി മുതൽ ഗുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വരെ നമ്മുടെ ആൾക്കാരാണ്. പിന്നെ തിരുനെല്ലിയുണ്ട്, ഗണ്ടത്തൂരുണ്ട്, എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവിടങ്ങളും ഒക്കെ ആയിട്ട് വിവാഹ ബന്ധത്തിലൊക്കെ ഏർപ്പെടും. അതേപോലെ ഗൗഡ സമുദായക്കാരുടെ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിന് കേരളത്തിൽ നടക്കുന്ന ആഘോഷം തന്നെയാണ്. ഓണമൊക്കെ നിങ്ങൾ ആഘോഷിക്കും. പിന്നെ വിഷു കഴിഞ്ഞ് 7ാമത്തെ ദിവസങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ സമുദായക്കാരുടെ ഇടയിൽ വിവാഹമൊക്കെ നടക്കുമ്പോൾ അതിന് എങ്ങനെയാണ് അതിൻ്റെ ചടങ്ങുകളൊക്കെ? ചടങ്ങ് പറഞ്ഞാൽ നമുക്കൊരു പെണ്ണിനൊരു 18 വയസ്സ് കഴിയണം, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കല്യാണം. ചെക്കന് 21 വയസ്സ്. അത് വീട്ടിൽ വെച്ച് നടത്തും, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഒരു പെൺകുട്ടിക്ക് ഒരു ചെക്കനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് എന്തെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾ വഴി ഇങ്ങനൊരു പയ്യൻ വേറെ ഉണ്ടോ? ബന്ധുക്കൾ വഴിയാണ് വരും, അല്ലെങ്കിൽ നേരിട്ട് വരും ആലോചനകൾ വരും. പിന്നെ ഈ കേരളത്തിൽ മറ്റിടങ്ങളിലൊക്കെ ഉള്ള പോലെ മറ്റ് ഹിന്ദു സമുദായക്കാരുടെ ഇടയിലൊക്കെ ഉള്ള ഈ മുറച്ചെറുക്കൻ, മുറപ്പെണ്ണ്, അങ്ങനെയൊക്കെ ഉള്ള കല്യാണങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഉണ്ടല്ലേ? അത് ശരി. അപ്പോൾ കല്യാണങ്ങൾ പിന്നെ വീട്ടിൽ വെച്ചും അമ്പലത്തിൽ വെച്ചും നടക്കാം.
നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കൃഷിയുടെ കാര്യം സംസാരിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് ഇവിടെ ഇപ്പോൾ വയലുണ്ട്, നിങ്ങളുടെ പാടശേഖരങ്ങളാണല്ലോ അത്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊരു വർഷത്തിൽ എത്ര തവണ കൃഷി ചെയ്യും? 2 തവണ കൃഷി എടുക്കും. 2 തവണ. പുഞ്ച 5 അപ്പോൾ പുഞ്ച എന്ന് പറയുമ്പോൾ ഏത് മാസത്തിൽ? ഇംഗ്ലീഷ് മാസം പറയുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ നടും. കൊയ്ത്തപ്പോഴായിരിക്കും? മെയ് മാസം അല്ല ജൂൺ മാസം. അപ്പോൾ ജൂൺ മാസം ആകുമ്പോൾ മഴ വരുമ്പോൾ അടുത്ത കൃഷി എടുക്കും. അത് കൊയ്ത്തപ്പോഴാണ്? ഡിസംബർ തുടർന്ന് മുതൽ വരും. ഓ, അങ്ങനെയാണ് അല്ലേ? അതിനുശേഷം പിന്നെ പാടം ഇങ്ങനെ തരിച്ചിടും. ഇതിനിടയ്ക്ക് വല്ല ചെറുപയർ അങ്ങനെയുള്ള കൃഷിക്കുള്ള സമയം കിട്ടിയാൽ. അപ്പോൾ ഇവിടെ ജലസേചനത്തിന് എന്തൊക്കെയാണ് സൗകര്യമുള്ളത്? ജലസേചനം പമ്പിങ് ഉണ്ട്. അവിടെ തൊട്ടടുത്ത് കബനി നദി ഉണ്ട്. അപ്പോൾ എന്നാലും നിങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പലയിടത്തും വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കബനി നദി ഇതിൻ്റെ തൊട്ടടുത്തൂടെ ഒഴുകിയിട്ടും പിന്നെന്താ ബുദ്ധിമുട്ട്? നമുക്ക് കനാലിൽ നിന്ന് മുകളിലേക്ക് സ്ഥലമുണ്ട്, അതിനകത്ത് കിട്ടുന്നില്ല. താഴേക്ക് കിട്ടുന്നുണ്ട്. ഓ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് പമ്പിങ് സംവിധാനങ്ങളൊന്നുമില്ല? പമ്പിങ് സംവിധാനം വന്നിട്ടുണ്ട്, ഇതുവരെ ഓപ്പറേറ്റിംഗ് ആയിട്ടില്ല. അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ കുട്ടികളൊക്കെ എല്ലാവരും വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെയാണ്? വിദ്യാഭ്യാസം ഇപ്പോഴത്തെ തലമുറ കുഴപ്പമില്ല. കോളേജിലൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. പിന്നെ IT അങ്ങനെയുള്ള AC മെക്കാനിക്ക് പല തൊഴിൽ മേഖലയായിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് വിദ്യാഭ്യാസ സൗകര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. സ്കൂളും കോളേജും. അടുത്ത കോളേജ് എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? പുൽപ്പള്ളിയിലാണ് അടുത്ത കോളേജ്? മുള്ളംകൊല്ലി. 9 കിലോമീറ്റർ. അപ്പോൾ അതിനുള്ള പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ കോളേജിലൊക്കെ പോയി പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഉദ്യോഗസ്ഥരായിട്ടൊക്കെ പോയിട്ടുണ്ടോ? നിങ്ങളുടെ വളരെ കുറവാണ്. എല്ലാവരും ഇങ്ങനെ കുറേ ടെക്നിക്കലായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ മറ്റുള്ളവർ കൃഷിയിലോട്ടും വരും. അങ്ങനെയാണ് ഒരു രീതി. അത് ശരി. അപ്പോൾ ഇതൊക്കെയാണ് ചന്ദ്രനോട് സംസാരിച്ചപ്പോൾ ഈ പ്രദേശത്തെ ഗൗഡ സമുദായക്കാരെ സംബന്ധിച്ച് നമ്മൾക്ക് ലഭിച്ച വിവരങ്ങളും വിശേഷങ്ങളും. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ സഞ്ചരിച്ചിട്ട് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. നമ്മളങ്ങനെ ഗൗഡ സമുദായക്കാർ താമസിക്കുന്ന ഇടത്ത് നിന്ന് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് സഞ്ചരിച്ച് അവർ താമസിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തായിട്ട് കുറേ ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്ന ഒരിടമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് താമസിക്കുന്നത് അടിയ പിന്നെ പണിയ എന്നീ 2 സമുദായക്കാരാണ്. അപ്പോൾ അവർ ഇടകലർന്ന് താമസിക്കുന്ന ഒരിടമാണിത്. ഗൗഡ സമുദായക്കാരുടെ ആ വീടുകളൊക്കെ ഇരിക്കുന്നതിനെ അപേക്ഷിച്ച് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇവരിപ്പോൾ താമസിക്കുന്ന വീടുകളുള്ളത്. അപ്പോൾ മിക്ക വീടുകളും നമ്മൾ നോക്കുമ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. പല വീടുകളും പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ പലതിൻ്റെയും കൂരയൊക്കെ ആകെ താറുമാറായ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തപ്പോൾ മഴവെള്ളമൊക്കെ വീടുകളുടെ ഉള്ളിലേക്ക് ചോർന്നൊലിച്ച് വന്നതായിട്ടൊക്കെ ഇവരിവിടെ പറയുകയുണ്ടായി നമ്മളോട്. അതേപോലെ തന്നെ ശുദ്ധജലത്തിനും ഇവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. 15 ദിവസം കൂടുമ്പോഴാണ് ഈ പൈപ്പുകളിലൂടെ വെള്ളം എത്തുന്നത്. ഇവിടെ അടുത്തൊരു പൊതു കിണറുണ്ട്. അവിടെ നിന്ന് ശേഖരിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ പൊതുവായിട്ട് ഇവരുടെ മറ്റൊരു പരാതി എന്ന് വെച്ചാൽ ഇവർക്ക് ശൗചാലയങ്ങൾ ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന പരാതി. പലതവണ അവർ പഞ്ചായത്തുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും തന്നെ അവർക്ക് അത് അനുവദിച്ച് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉയർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ വാസസ്ഥലത്തിൻ്റെ വിപരീതമായിട്ടുള്ളൊരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 2 സമുദായക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. പൊതുവെ ഈ 2 സമുദായക്കാരെയും ഗോത്ര വിഭാഗക്കാരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ അടിയ സമുദായക്കാർ പറയുന്നു കുറേ നാളായിട്ട് അവർക്ക് ഗോത്ര വിഭാഗത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സർക്കാരിൽ നിന്ന് വീടുകളോ ശൗചാലയങ്ങളോ മറ്റോ ഒന്നും തന്നെ അനുവദിച്ച് കിട്ടുന്നില്ല എന്നൊരു പരാതിയും അവർ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ അടിയ സമുദായക്കാരുടെ ഇടങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു അമ്മയെ നമ്മൾ പരിചയപ്പെടാൻ ഇടയായി. ഈ അമ്മയോട് ഈ ഊരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അമ്മ, പേരെന്താണ് അമ്മയുടെ? എൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പം പട്ടാക്ക ക്ലാസ് കിട്ടിയപ്പോൾ എൻ്റെ പേര് എൻ്റെ ചേച്ചി ഗൗരി എന്ന് പറഞ്ഞത്. എനിക്ക് ഈ പണിയെ പേരുണ്ട് ചെറിയ കളി എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണ്. എത്ര വയസ്സായി ഇപ്പോൾ? 68 ആയി കാണും. അപ്പം പിന്നെ ഇതാണ് അമ്മയുടെ വീട്? ഇത് എൻ്റെ മോൾക്ക് കൊടുത്തിരിക്കുകയാണ്. മോൾക്ക് കൊടുത്ത്. അപ്പം അമ്മ താമസിക്കുന്ന ഈ ചായ്പിലാണോ താമസിക്കുന്നത്?
അത് ശരി. എത്ര മക്കളുണ്ട് അമ്മയ്ക്ക്? 2 ആമക്കളും 1 പെണ്ണും. പെണ്ണും? പെണ്ണിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആമക്കൾ 2 മൈസൂരിൽ നിന്ന് പെണ്ണ. മൈസൂര്? മൈസൂരിന് ഉദ്ദൂർ അറിയോ? ഉദ്ദൂർ അവിടെയാണ് അവരുള്ളത്. ഓക്കെ. അമ്മയ്ക്കിപ്പോൾ സുഖമില്ലേ? ഇരിപ്പ് കണ്ടിട്ടൊരു സുഖമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. സുഖമില്ല? കടന്നുകൊണ്ടിരുന്നതാ. എന്താ പറ്റിയത്? ഇഞ്ചി ഓടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് പറ്റിയ സൂക്കേടാണ്. ഞങ്ങൾ കുറേ ചികിത്സയൊക്കെ എടുത്ത്. അപ്പം മോക്ക് സുഖമില്ല, മോളിൽ ഭർത്താവിന് സുഖമില്ല. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്. അത് ശരി. അപ്പോൾ ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കഴിയുന്നത്? മക്കൾ സഹായിക്കുമോ? മോള് സഹായിക്കും. മക്കൾ സഹായിക്കുന്നില്ല. ആ മക്കൾ സഹായിക്കുന്നില്ല. അവരിങ്ങോട്ട് വരാറുമില്ല. അത് ശരി. ഭർത്താവ് മരിച്ചു പോയോ? അത് ശരി. 10-20 വർഷമായി. 20 വർഷമായി. ഓക്കെ. ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് ഇപ്പോൾ? ഇപ്പോൾ കുറച്ച് കഞ്ഞി തന്നിട്ടാ മോള് പണിക്ക്. കഞ്ഞിയൊക്കെ തന്നു. അത് ശരി. മരുന്നൊക്കെ ഉണ്ടോ? കൊണ്ടുവന്ന് ഇന്നലെ കൊണ്ടുവന്ന്. എന്നും മരുന്ന് കഴിക്കാനുണ്ടോ? അത് ശരി. അമ്മയ്ക്ക് അറിയാമോ ഇവിടെ ഈ എത്ര ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്? നിങ്ങളുടെ ഈ അടിയ സമുദായത്തിൽപ്പെട്ട എത്ര ആൾക്കാർ ഉണ്ടെന്ന്, അതായത് എത്ര കുടുംബക്കാരിവിടെ ഉണ്ടെന്ന് അറിയാമോ? 20 കുടുംബക്കാർക്ക്. 20 അടിയ കുടുംബക്കാരിവിടെ ഉണ്ടാവും അല്ലേ? പൊതുവെ നിങ്ങളുടെ ഭാഷ എന്താണ്? നിങ്ങൾ എന്താ വീട്ടിൽ സംസാരിക്കുന്ന? കന്നഡ. അത് ശരി. അപ്പോൾ മലയാളം അറിയാം, കന്നഡ അറിയാം. ഞങ്ങളിവിടെ ജനിച്ചവരാ. എന്നാലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കന്നഡത്തിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കന്നഡ അറിയാം. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ കന്നഡ അറിയാം. അത് ശരി. അമ്മ ഏതുവരെയൊക്കെ പഠിച്ചു? പഠിച്ചില്ല. അപ്പോൾ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെ അറിയുന്നത്? അങ്ങനെ അറിയാം. അത് ശരി. അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടാണ് അമ്മ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ആഹാര രീതിയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ 3 നേരം കഴിക്കുമോ ആഹാരം? അതോ അരിയൊക്കെ കുറവല്ലേ? അരി കുറവ്. അപ്പോൾ അതുകൊണ്ട് ആഹാരം കുറച്ച്. ഉച്ചയ്ക്ക് ഊണില്ല. രാവിലെ ഒരു 10 മണിക്ക് എന്തെങ്കിലും കഴിച്ചാൽ വൈകുന്നേരം. അപ്പോൾ 2 നേരം മാത്രമേ ആഹാരമുള്ളൂ. അരി കിട്ടാത്തതുകൊണ്ടാണ് ആഹാരം കുറച്ചത്. അത് ശരി. പൊതുവെ എല്ലാവരും അങ്ങനെയാണോ ഇവിടെ? എല്ലാവരും അങ്ങനെ 2 നേരം ആഹാരം കഴിക്കുന്നവരാണോ? ചില വീട്ടിലൊക്കെ 3 നേരം കഴിക്കും. അവർക്ക് അരി ഉള്ളതുകൊണ്ട് അവർ കഴിക്കും. കൃഷി എടുക്കുന്നവർക്ക്. എന്നാലും റേഷൻ കിട്ടത്തില്ലേ? റേഷൻ കടയിൽ അരി കുറവാ. ഇല്ലേ? കുറച്ചാണ് തരുന്നത്. ഓ, അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ദാരിദ്ര്യം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ. പൊതുവെ സങ്കടകരമായൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ദാരിദ്ര്യമാണ് കൂടുതലും. അവരിപ്പോൾ അമ്മ പറഞ്ഞല്ലോ, അവർക്ക് അരി കിട്ടാത്തതുകൊണ്ട് അവർ 2 നേരമായിട്ട് ആഹാരം ചുരുക്കിയിരിക്കുകയാണ്. അതൊരു സങ്കടകരമായ വസ്തുത തന്നെയാണ്. 3 നേരമൊക്കെയാണ് പൊതുവേ നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്നതെങ്കിലും അവർക്കിപ്പോൾ അരി കിട്ടാനില്ലാത്തതുകൊണ്ട് 2 നേരം കഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ ആണ് ഇവിടുത്തെ ഒരു സങ്കടകരമായ അവസ്ഥ. പിന്നെ പൊതുവേ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വരുമാനം വളരെ കുറവാണ്. അവർ പറയുന്നത് അവർക്ക് കൂലിപ്പണിയാണ് കൂടുതലുള്ളത്. അവരൊക്കെ പാടങ്ങളിൽ കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൃഷിപ്പണിയൊക്കെ ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ മറ്റ് കൂലിപ്പണികളും ഒക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാനം വളരെ കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഈ വീടുകളുടെ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണെന്നത്. പലർക്കും വീടിൻ്റെ കൂര ഒന്ന് ശരിയാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അത് കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം മൊത്തം ചോർന്നൊലിച്ച് അവരുടെ വീട്ടിനുള്ളിൽ വീഴുന്ന അവസ്ഥയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ട സങ്കടകരമായ വസ്തുത. എന്തായാലും ഇത് വെച്ചോ കയ്യിൽ, ഒരു സന്തോഷത്തിന്. അപ്പോൾ ശരി അമ്മ. മരക്കടവ് ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. 1-2 കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രിപ്പ് സോഷ്യ എന്നാണ് ആ ട്രാവൽ കമ്പനിയുടെ പേര്. ഈ ഒരു ട്രാവൽ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്ത് ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നുണ്ട്. അതാണ് ട്രിപ്പ് സോഷ്യ എന്ന കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ജില്ലകളിൽ നമ്മൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഗ്രാമക്കാഴ്ചകൾ കാണാനും ആ ഗ്രാമത്തിലെ തനതായിട്ടുള്ള ഭക്ഷണം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, അതോടൊപ്പം തന്നെ അതത് നാട്ടിലെ കൃഷി എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ യാത്രയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറും കമ്പനിയുടെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ഈ യാത്രയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ്.
അപ്പോൾ ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാം. നമ്മളങ്ങനെ മരക്കടവ് കവലയും അതോടൊപ്പം തന്നെ കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്ന് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ തൊട്ട് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വള്ളം വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ യാത്രക്കാരുണ്ട്. എന്തായാലും അക്കരയ്ക്കും ഇക്കരയ്ക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തോണി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ ഒരു തോണി പ്രവർത്തിക്കുന്നത്. ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ തോണിയിൽ കയറി അക്കരയ്ക്ക് പോകാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. തോണിയിൽ കടത്ത് കിടന്ന് നമ്മൾ അങ്ങേക്കര എത്തുന്നത് കർണാടകത്തിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ കർണാടകത്തിലേക്ക് പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കടത്തൊക്കെ കടന്ന് കർണാടകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ ഒരു വള്ളം സർവീസ് നടത്തുന്നത് കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണെന്ന്. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ആ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നൈലോൺ വട ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ വലിച്ചിട്ടാണ് അക്കരെ ഇക്കരെ ഈ തോണി സഞ്ചരിക്കുന്നത്. എന്തായാലും അത് മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ഇതിനു മുൻപ് എറണാകുളം ജില്ലയിൽ ബ്ലാവന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ കടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതിൽ പൊതുജനങ്ങൾ മാത്രമല്ല സഞ്ചരിക്കുന്നത്, വാഹനങ്ങൾ കൂടി അതിൽ കയറ്റി കയറുകൊണ്ട് വലിച്ചിട്ടാണ് ഇക്കരെ എത്തുന്നത്. അങ്ങനെ ആ ഒരു മനോഹരമായ കാഴ്ച ആ ഗ്രാമത്തിൽ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഗ്രാമത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് ദൂരം മുന്നോട്ടൊന്ന് നടക്കാം. ഒരുപാട് ദൂരം പോകുന്നില്ല, കാരണം നമുക്കിനി തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം നമുക്ക് തിരിച്ചൊന്ന് വള്ളത്തിൽ കയറിയിട്ട് അക്കരയ്ക്ക് പോകാം. അല്ല സാറേ, എന്താണ് നമ്മളങ്ങനെ കർണാടകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് വേണ്ട. അനധികൃതമായി കർണാടകത്തിൽ പ്രവേശിച്ചതിന് അവരിനി നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു പേടിയുണ്ട്. ഇല്ല, പണ്ട് പിടിക്കുമായിരുന്നു. പണ്ട് ഞാനേ ആ കൊറോണയുടെ ഒക്കെ സമയമില്ലേ, ആ ഒരു സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന റെസ്ട്രിക്ഷൻ ഉള്ള സമയം ഇങ്ങോട്ട് കയറാൻ നേരത്തെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിന്റെ അവിടെ നിന്ന് എല്ലാ ദിവസവും ഒരു പുള്ളി ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും ബൈനോക്കുലർ വെച്ചിട്ട്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിക്കർ വില കുറവാണ്. ഇവിടെ ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു ലിക്കർ ഷോപ്പിലേക്ക് കേരളത്തിൽ നിന്ന് ആൾക്കാർ നുഴഞ്ഞു വരുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു വാച്ച് ടവറിൽ നിന്ന് ആ ഒരാൾ ബൈനോക്കുലർ വെച്ച് നോക്കുന്നത്, പോലീസുകാരന്. പിന്നെ ഇതിന്റെ അതിർത്തികളിലൊക്കെ പോലീസുകാർ ഇപ്പോഴും നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മദ്യം വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇവിടെ വേണമെങ്കിൽ വന്ന് കുടിച്ചിട്ട് പോകാം. അതുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ഇവിടെ കടത്തുകാരന് നല്ലൊരു വരുമാനമാണ്. കടത്തുകാരൻ നല്ല വരുമാനമാണ്. ശരിക്കും ഈ ഒരു കടത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ കൃഷി സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ കാണുന്നത് വളരെ മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്ന നെൽപ്പാടങ്ങളാണ്. നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കന്നഡ മാത്രമേ സംസാരിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് മലയാളമൊക്കെ അറിയാം. പക്ഷെ അവിടെ ഉള്ളവർക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ മലയാളം കന്നഡ അറിയാം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ എന്തായാലും വളരെ തുച്ഛമായ ഒരു രൂപ കൊടുത്തിട്ട് നമുക്ക് കർണാടകത്തിലേക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ മരക്കടവിൽ നിന്ന് നമ്മൾ തോണിയിൽ 10 രൂപ മുടക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇക്കരെ എത്താം. അതായത് കർണാടകത്തിലെത്താൻ 10 രൂപ മാത്രമേ ഉള്ളൂ മരക്കടവിൽ നിന്ന്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണുന്നത് വയലേലകൾ തന്നെയാണ്. പിന്നെ അവിടെയായിട്ട് കവുങ്ങുകളും തെങ്ങുകളുമൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. അല്ലാതെ മറ്റു കാഴ്ചകളൊന്നും തന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കർണാടകത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ പേര് മച്ചൂർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മച്ചൂർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാൻ സാധിച്ചു. അതായത് ഈ മച്ചൂർ ഗ്രാമത്തിൻ്റെ പിൻവശത്ത് ഒരു കുന്നിൻ മുകളിലൊക്കെ ധാരാളം വൃക്ഷനിബിഡമായിട്ടുള്ള ഒരു വനപ്രദേശം കാണാൻ സാധിച്ചു. ഇവിടെയുള്ളൊരു സ്ഥലവാസി നമ്മളോട് പറഞ്ഞത് ഈ വനപ്രദേശം ബന്ദിപ്പൂർ നഗർഹോള ടൈഗർ റിസർവിൻ്റെ ഭാഗമാണെന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഈ മച്ചൂർ ഗ്രാമത്തിൻ്റെ ഒരു വശത്തു കൂടി ആണ് കേരളത്തിൽ നിന്ന് മൈസൂറിലേക്ക് പോകുന്ന പ്രധാന പാത കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് വന്നപ്പോൾ, അതായത് ഈ ഒരു മച്ചൂർ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും. നമ്മുടെ യാത്രയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ മരക്കടവിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് വണ്ടിക്കടവ് എന്നൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ വണ്ടിക്കടവ് കേരളത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു പ്രദേശമാണ്. ഈ വണ്ടിക്കടവിലെ മാവിലന്തോട് എന്ന സ്ഥലത്താണ് വീര കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു പ്രാപിച്ചത്. പഴശ്ശിരാജാവിനെ സംബന്ധിച്ച ചരിത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും അറിയാവുന്ന
കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മലയാള സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിലേക്കൊന്നും നമ്മൾ ആഴത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര മുഹൂർത്തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു പോകാം. 1753 മലബാറിലെ മട്ടന്നൂരിലാണ് പഴശ്ശിരാജാവ് ജനിച്ചത്. വീരകേരള സിംഹം എന്നാണ് പഴശ്ശിരാജാവിനെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പൊരുതിയ ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജാവെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകത്തിലാണ്. ഈ പ്രദേശത്ത് വെച്ചാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 1805 നവംബർ 30 രക്തസാക്ഷിയായത്. അപ്പോൾ നമ്മൾ ഈ എത്തിച്ചേർന്നിരിക്കുന്ന പഴശ്ശിരാജാവിൻ്റെ സ്മാരകം ഒരു പാർക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പല ഏടുകളും ശില്പങ്ങളായി ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഈ പഴശ്ശിരാജാവ് ആരായിരുന്നുവെന്നും അദ്ദേഹം എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് പടവെട്ടിയെന്നും അദ്ദേഹം എങ്ങനെയാണ് വീരമൃത്യു പ്രാപിച്ചതെന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ ഈ പാർക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വെങ്കല ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാർക്ക് വളരെ മനോഹരമായിട്ടാണ് അവർ പരിപാലിച്ചു വരുന്നത്. ഈ പാർക്കിൻ്റെ മുൻവശത്ത് നമുക്ക് കുട്ടികളുടെ ഒരു കളിസ്ഥലം കാണാൻ സാധിക്കും. അവിടെ ഊഞ്ഞാലും മറ്റ് വിനോദ ഉപകരണങ്ങളുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാർക്കിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരു വ്യക്തിക്ക് 30 രൂപയാണ് ടിക്കറ്റ്. അതേപോലെ മൊബൈൽ ക്യാമറ കൊണ്ട് ഉള്ളിൽ പ്രവേശിക്കുന്നതിനും ചിത്രങ്ങൾ എടുക്കുന്നതിനും ഒന്നും ഫീസ് അവർ ഈടാക്കുന്നില്ല. പക്ഷേ DSLR ക്യാമറ തുടങ്ങിയ പ്രൊഫഷണൽ ക്യാമറയുമായിട്ട് വരുന്നവർക്ക് അവരൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർക്കിൻ്റെ ഒരു വശത്തായിട്ട്, അതായത് ഈ പാർക്ക് സ്ഥാപിക്കുന്നതിന് മുന്നേ സ്ഥാപിക്കപ്പെട്ട ഒരു സ്മാരകമാണിത്. ഈ സ്മാരകം ഇരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് പഴശ്ശിരാജ രക്തസാക്ഷിയായതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അതേപോലെ പഴശ്ശിരാജ സ്മാരകമായിട്ടുള്ള ഈ പാർക്കിൻ്റെ ചുറ്റും നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ മനോഹരമായിട്ട് പരിപാലിച്ചിട്ടുള്ള പുൽത്തകിടികളും പൂന്തോട്ടങ്ങളും, ഈ പൂന്തോട്ടത്ത് ധാരാളം ചെടികളും വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളുമൊക്കെ അവർ പരിപാലിച്ചു വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഓരോ സന്ദർശകനും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ പാർക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ മരക്കടവ് വരെ നമ്മൾ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് ഏകദേശം 8 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഇങ്ങനെ ഒരു പാർക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ യാത്ര ഇനി തുടരാം. വണ്ടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങോട്ട് പോയപ്പോഴത്തേനും വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ടിരുന്നു. മ്യൂസിയം അടയ്ക്കുന്നതിന് മുൻപ് അവിടെ എത്തണമല്ലോ എന്നോർത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പം ഇവിടെ വന്നിറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള പാടശേഖരങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊട്ടുപുറകിലായിട്ട് കബനി നദി ഒഴുകുന്നുണ്ട്. അതിനോട് ചേർന്ന് ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്, അവിടെ വന്ന് കാഴ്ചകൾ കാണുകയും അവിടെ പുൽമൈതാനത്തേക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിപ്പുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ ഇപ്പോൾ കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. എന്തായാലും ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോത്തുകളെയൊക്കെ മേയിച്ച് ആൾക്കാർ നടപ്പുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സിനും കണ്ണിനൊക്കെ കുളിർമയേകുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സൂര്യാസ്തമയത്തിൻ്റെ സമയമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതെ, സമയമായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ മരക്കടവ് ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.